dear students. Last class പഠിച്ചുകൊണ്ടിരുന്ന ജോയിനിങ് പാർട്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. പേജ് നമ്പർ 130. ലെറ്റ്സ് ജോയിൻ എന്നുള്ള ഹെഡിങ്ങോടുകൂടി വരുന്ന പാർട്ട്. 2 or 4 equal parts of a circle joined together makes half circle. നോക്കിയേ, അതായത് രണ്ട് പാർട്സ് നാലായിട്ട് നമ്മൾ മുറിച്ചതിൽ രണ്ട് പാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു സർക്കിളിന്റെ നാലായിട്ട് നമ്മൾ മുറിച്ചതിൽ രണ്ട് പാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതെന്തായി മാറി? ഒരു ഹാഫ് സർക്കിൾ ആയിട്ട് മാറി, അർദ്ധവൃത്തമായി മാറി. That is, quarter circle is joined with a quarter circle makes half circle. അതായത് രണ്ട് ക്വാർട്ടർ സർക്കിൾ അത് നാലിലൊന്ന് ചേരുമ്പോഴത്തേക്ക് എത്രയായി മാറും? ഹാഫ് സർക്കിൾ ആകും. ദാറ്റ് ഈസ് ക്വാർട്ടർ ആൻഡ് ക്വാർട്ടർ മേക്ക് ഹാഫ്. ക്വാർട്ടറും ക്വാർട്ടറും കൂടെ ചേരുമ്പോൾ എത്രയാകും? ഹാഫ് ആകും. വി ക്യാൻ റൈറ്റ് ദിസ് ആസ്, ഇത് എങ്ങനെ നമുക്ക് എഴുതാം? 1/4 + 1/4 ഈക്വൽസ് 1/2. What about joining together two of the pieces got on dividing a circle in 6 equal parts? Draw a circle and 6 equal parts. Color one part. ഒരു സർക്കിൾ വരച്ചിട്ട് നിങ്ങൾ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അത് നേരത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ ഈക്വൽ പാർട്സ് ആക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് അതിൽ ഒരു പാർട്ട് മാത്രം നിങ്ങൾ ഷെയ്ഡ് കൊടുക്കുക അല്ലെങ്കിൽ കളർ ചെയ്യുക. കളർ വൺ മോർ പാർട്ട്, ഒരു ഭാഗം കൂടി കളർ കൊടുക്കുക. Now 2/6 circle is colored and 2/6 is another form of 1/3. Right. അതായത് നമ്മളിപ്പോൾ രണ്ട് ഭാഗത്തിന് കളർ കൊടുത്തു. ആ രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഈ സർക്കിളിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു ഭാഗമാണ് അല്ലേ? 2/6 ഈക്വൽസ് 1/3. പേജ് നമ്പർ 131. This also we can write as a sum. ഇതിന് നമുക്ക് ഇത് എന്താക്കി എഴുതാം? കൂട്ടി എഴുതാം. എങ്ങനെ എഴുതാം? 1/6 + 1/6 ഈക്വൽസ് 2/6. ദാറ്റ് ഈസ് ഈക്വൽസ് 1/3. Suppose we join together 2 of 8 equal pieces of a circle. What fraction of the circle do we get? നമുക്ക് എത്ര ആയിരിക്കും കിട്ടുന്നത്? 2/8 എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? 1/4 ഈക്വൽ ആണ് അല്ലേ? Can you do this in your head? 2 parts of 8 equal parts means 2/8. Also 2/8 equals 1 into 2 divided by 4 into 2. That is equals 1/4. Thus 1/8 plus 1/8 equals 2/8. That is equals 1/4. We can also see this by drawing a circle and coloring. നമുക്കൊരു സർക്കിൾ വരച്ച് ആദ്യം 8 പീസസ് ആക്കുക, അതിനുശേഷം 2 പീസിന് കളർ കൊടുക്കുക. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ സർക്കിളിനെ നാലായിട്ട് മുറിച്ച് ഇതിൽ ഒരു ഭാഗമാണ് അല്ലേ? What fraction of a circle do we get on joining together? It's 1/8 and 3/8. 1/8ഉം 3/8ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 4/8 കിട്ടും അല്ലേ? Of 8 equal parts, 1 + 3, 4 parts are taken. That is 4/8. Can't we reduce the numerator and denominator? Reduce ചെയ്യാമല്ലോ. നമുക്ക് 4നെ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ് അല്ലേ? അപ്പോൾ നമുക്ക് 4ൻ്റെ അവിടെ 1ഉം കിട്ടും, 8ൻ്റെ അവിടെ 2ഉം കിട്ടും. 1/8 + 3/8 ഈക്വൽസ് 4/8. That is equals 1/2. Draw a picture of this sum using parts of a circle. എന്നിട്ട് ഇതിൻ്റെ ഒരു സർക്കിളിൻ്റെ പാർട്സ് ആക്കിക്കൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ ഒരു പിക്ചർ വരയ്ക്കണം. 4/8 വെച്ചുകൊണ്ട്. ദാറ്റ് ഈസ് ഈക്വൽസ് ഹാഫ് ആണെന്നുള്ള, ഹാഫ് സർക്കിൾ ആണെന്നുള്ള രീതിയിൽ കാണിക്കുന്ന. ടേക്ക് എ ലോങ് റിബൺ ആൻഡ് ഡിവൈഡ് ഇൻറ്റു 9 ഈക്വൽ പാർട്സ്. അതായത് ഒരു വലിയ റിബൺ എടുക്കുക, അതിനെ 9 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കുക. കളർ 2 ഓഫ് ദി പാർട്സ്. ഇതിനകത്ത് 2 എണ്ണം നിങ്ങൾ കളർ കൊടുക്കുക. നെക്സ്റ്റ് കളർ 4 മോർ പാർട്സ്. അടുത്തത് നിങ്ങൾ വീണ്ടും ഒരു 4 എണ്ണത്തിനും കൂടെ കളർ കൊടുക്കുക. മൊത്തം ഇപ്പോൾ എത്ര എണ്ണത്തിന് കളർ കൊടുത്തു? ആദ്യം 2 എണ്ണത്തിന് കൊടുത്തു, വീണ്ടും 4 എണ്ണത്തിന് കൊടുത്തു. അപ്പോൾ ടോട്ടൽ 6 പീസസിന് നമ്മൾ കളർ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ബാക്കി എത്രയാണ് കളർ കൊടുക്കാത്തതുള്ളത്? 3 പീസസ് ആണ്. പേജ് നമ്പർ 132. Now 2 + 4 equals 6 parts are colored. ഇപ്പോൾ 4 2 കൂടെ കൂട്ടി 6 പാർട്ടിന് കളർ കൊടുത്തു കഴിഞ്ഞു. This can be put in this way. First we colored 2/9. ആദ്യം നമ്മൾ 2/9 കളർ കൊടുത്തു of the ribbon and then 4/9 of it, 6/9 of the ribbon in all. We can write this as the sum of fraction. ഇതിനെ ഫ്രാക്ഷൻ്റെ സം ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 2/9 + 4/9 equals 6/9. We can reduce 6/9 the lowest form.
6/9 ലോവസ്റ്റ് ഫോമിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഏതാണ്? 6നെയും 9നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 3 കൊണ്ടാണ്, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എത്ര കൊണ്ടാണ്? 3 കൊണ്ടാണ്. 2 × 3 ആണ് 6 എന്ന് പറയുന്നത്, 3 × 3 ആണ് 9 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3ൽ എത്ര പ്രാവശ്യമാണുള്ളത്? 6നകത്ത് 2 പ്രാവശ്യം. അപ്പോൾ മേളിൽ 2ഉം വരും, 9നകത്ത് 3 എത്ര പ്രാവശ്യമുണ്ട്? 3യും വരും. 2/3 ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കി 2, 4, 6 നേരത്തെ നമ്മൾ ചെയ്തതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ 3 പീസസ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതിന് 1, 2, 3ൻ്റെ 2 പീസസും ഈ ഒരു പീസസാണ് കളർ കൊടുക്കാത്തത്. അപ്പം 2/3 എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് 2/9 + 4/9 = 6/9 = 2/3. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഈ പിക്ചർ ഒന്ന് നോക്കി നിങ്ങൾ. എത്ര പാർട്സ് ആണ് കളർ കൊടുത്തിരിക്കുന്നത്? 8 പീസസ് ആണ്. ഒരു റിബൺ എടുത്ത് 8 പീസസ് ആക്കി കട്ട് ചെയ്തിരിക്കുന്നു. അതിൽ 6 പീസസിനാണ് കളർ കൊടുത്തിരിക്കുന്നത്. ഹൗ മെനി പാർട്സ് ആർ കളേർഡ് റെഡ്? റെഡ് കളർ കൊടുത്തിരിക്കുന്നത് 6 പീസസ് അല്ലേ. ഹൗ മെനി? ഗ്രീൻ കൊടുത്തിരിക്കുന്നത് 2 പീസസ്. ഇൻ ഓൾ ഹൗ മെനി പാർട്സ് ആർ കളേർഡ്? മൊത്തത്തിൽ എത്രയാണ് കളർ കൊടുത്തിരിക്കുന്നത്? കാരണം ഇവിടെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയത് കാരണം കളർ കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ടീച്ചർ ഏകദേശം ഒരു ഐഡിയ വെച്ച് പറഞ്ഞത്. വാട്ട് സം ഓഫ് ഫ്രാക്ഷൻ ഡു വി ഗെറ്റ് ഹിയർ? ഇവിടെ ഒരെണ്ണത്തിന് മാത്രമാണ് റെഡും കൊടുത്തിരിക്കുന്നത്, ബാക്കി ഗ്രീനുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 1/8 + 5/8 = എത്രയാണ്? 6/8. ദാറ്റ് ഈസ് ഈക്വൽസ് 3/4. 4ആയിട്ട് മുറിച്ചതിൽ 3 ഭാഗം അല്ലേ. ഇവിടെ നോക്കിയേ, 2 പീസ് വെച്ചിട്ടുള്ള 4 പീസസ് ആണ്. അതിൽ 3 ഭാഗത്തിനാണ് കളർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? 147. In each picture below, write the different colored parts and total colored parts as fractions. Also write the sum of the fractions got from the picture in their lowest terms. Okay, ഇവിടെ ബ്ലൂ കളർ കൊടുത്തിരിക്കുന്നത് എത്ര പാർട്സ് ആണ്? 3 പാർട്സ് ആണ്. ഗ്രീൻ കളർ കൊടുത്തിരിക്കുന്ന 1 പാർട്ട് അല്ലേ. ടോട്ടൽ എത്ര പാർട്സ് ആണുള്ളത്? ടോട്ടൽ 8 പാർട്സ് ആണുള്ളത്. അത് 3/8 ബ്ലൂ കളറും 1/8 ഗ്രീൻ കളറുമാണ്. ടോട്ടൽ അപ്പോൾ എത്ര പാർട്സിനാണ് കളർ കൊടുത്തിരിക്കുന്നത്? 4/8 പാർട്സിനാണ് കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3/8 + 1/8 = 4/8. ദാറ്റ് ഈസ് ഈക്വൽസ് എത്രയാണ്? 1/2. ഇതിൻ്റെ സ്മോളസ്റ്റ് ഫോമിലേക്ക് ലോവസ്റ്റ് ഫോമിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 4നെയും 4. നെക്സ്റ്റ് പിക്ചർ നോക്കുക. യെല്ലോ കളർ എത്രയാണ്? ഇത് ടോട്ടൽ 10 പാർട്സ് ആണുള്ളത്. അപ്പം 1/10. അടുത്ത റെഡ് കളറോ 3 പാർട്സ് അല്ലേ. 3/10. ടോട്ടൽ അപ്പോൾ എത്രയാണ്? 4/10 പാർട്സ്. ഇതിന് നമുക്ക് ആഡ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ എഴുതാം? 1/10 + 3/10 = 4/10. ഇതിനെ ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് മാറ്റിയാലോ? ലോവസ്റ്റ് ടേംസിലേക്ക് എങ്ങനെ എഴുതാം? 4നെയും 10നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4നകത്ത് 2 എത്ര പ്രാവശ്യമാണുള്ളത്? 2 × 2 ആണ് 4. 10നകത്ത് 2 എത്ര പ്രാവശ്യമുണ്ട്? 5 × 2 ആണ് 10. അപ്പോൾ ലോവസ്റ്റ് ഫോം ഇതിൻ്റെ എത്രയാണ്? 2/5. ഓക്കെ, നെക്സ്റ്റ് സർക്കിളിനെ 8 പീസസ് ആക്കിയിട്ട് കളർ ഇതാക്കിയിരിക്കുകയാണ്, 8 പാർട്സ് ആക്കിയിരിക്കുകയാണ്. അതിനകത്ത് ഈ ഓറഞ്ച് കളർ കൊടുത്തിരിക്കുന്ന എത്ര പാർട്സ് ആണ്? 3 പാർട്സ്. 3/8. ഗ്രേ കളർ കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 3 പാർട്സ്. 3/8. ടോട്ടൽ എത്രയാണ്? 6/8 പാർട്സ്. ഇതിന് നമുക്ക് അഡീഷൻ ആയിട്ട് എഴുതുമ്പോൾ 3/8 + 3/8 = 6/8. രണ്ടിനെയും നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 × 3 ആണ് 6, അതുകൊണ്ട് ഇവിടെ 3 വരിക. 2 × 4 ആണ് 8, അതുകൊണ്ട് ഇവിടെ 4 വരിക. 3/4 ആണ് ഇതിൻ്റെ ലോവസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക. ഈ കോളത്തിന് എത്ര കോളമാക്കിയാണ് തിരിച്ചിരിക്കുന്നത്? 16 കോളമാക്കിയാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് 5 കോളത്തിനാണ് എത്ര കളർ യെല്ലോ കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാർട്സ് എങ്ങനെ എഴുതുന്നത്? 5/16. ഗ്രീൻ കളർ കൊടുത്തിരിക്കുന്നതോ 7 അല്ലേ. അപ്പോൾ 7/16. ടോട്ടൽ എത്രയാണ്? 12/16. 5/16 + 7/16 = 12/16. ദാറ്റ് ഈസ് ഈക്വൽസ് രണ്ടിനെയും ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 4 കൊണ്ട് അല്ലേ. 4 × 3 ആണ് 12. അതുകൊണ്ട് ഇവിടെ മുകളിൽ എത്ര എഴുതണം? 3 എഴുതുക.
അടുത്തത് 4 into 4 ആണ് 16. അതുകൊണ്ട് താഴെ എത്ര എഴുതണം? 4 എഴുതുക. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 3/4 ആണ് ഇതിൻ്റെ ലോവസ്റ്റ് ടേം. ഓക്കെ, 3/6 plus 1/6 equals 4/6. If we reduce the fractions as 3/6, 3/6 നമുക്ക് ചെറുതാക്കി എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം. And 4/6 2/3. Then we can write this as എങ്ങനെ എഴുതാം? 1/2 plus 1/6 equals 2/3. What if the picture is like this? ഇങ്ങനെയാണ് പിക്ചർ തന്നിരിക്കുന്നതെങ്കിലോ 3/6 plus 2/6 equals 5/6. If 3/6 and 2/6 are reduced to the lowest terms, then it becomes 3/6 നമുക്ക് എങ്ങനെ എഴുതാം? 1/2, 2/6 1/3, that is equals 5/6. Now let's think about what fraction of a circle we get on joining together 1/4 and 3/8 of it without drawing a picture. ഈ 1/4 3/8 കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുമെന്ന് നിങ്ങൾ പടം വരയ്ക്കാതെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. If the pieces are all the same sizes, we can easily add. How about seeing the 1/4 of the circle as the two 1/8s joined together? അല്ലേ, രണ്ട് 1/8 ചേരുന്നതാണ് 1/4 എന്ന് പറയുന്നത്. 3/8 is such pieces joined together. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ ചേരുന്നതാണ് 3/8. So all together എത്ര പാർട്സ് ഉണ്ട്? 2 plus 3 5 parts out of 8 equal parts, that is 5/8. മൊത്തം 8 പാർട്ടിൽ 5 പാർട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1/4 plus 3/8 equals 2/8 plus 3/8, that is equals 5/8. ഓക്കെ, ഈ 1/4 നമ്മൾ എടുത്തതാണ് ഇവിടെ 2/8 എന്ന് കാണിച്ചിരിക്കുന്നത്. 1/4 പ്ലസ് 3/8 ആക്കാൻ വേണ്ടി നമ്മൾ രണ്ടിനെ 8 പാർട്സിൻ്റെ ഈക്വൽ പീസസ് ആക്കാൻ വേണ്ടി ഇവിടെ 1/4 എത്രയായിട്ട് മാറ്റി? 2/8 ആയിട്ട് മാറ്റി. ഓക്കെ, ലെറ്റ്സ് സീ ദിസ് യൂസിങ് പിക്ചേഴ്സ്. ഇത് പിക്ചേഴ്സ് യൂസ് ചെയ്ത് കാണിക്കുന്നത് നോക്കിയേ. ഇതാണ് തന്നിരിക്കുന്ന പിക്ചർ. എത്ര ഭാഗമാണ്? ഈ 4-ൽ ഒരു ഭാഗം റെഡ് കളർ കൊടുത്തിരിക്കുന്നു, 8-ൽ അല്ലെങ്കിൽ 4-ൽ 2 ഭാഗം അല്ലേ. 8-ൽ 1 2 3 പീസസ് ഏത് കളർ കൊടുത്തിരിക്കുന്നു? ഗ്രീൻ കളർ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ റെഡിനെയും കൂടെ നമ്മൾ എന്തായിട്ട് മാറ്റി? 2 പീസസ് ആക്കി മാറ്റി. അതായത് 8 പീസസ് ആക്കുമ്പോൾ ഇത് എത്ര പീസായി മാറും? 2 പീസായി മാറും. അതാണ് 8 plus 3/8 plus 2/8 equals 5/8 ആയിട്ട് മാറിയത്. ഓക്കെ, പേജ് നമ്പർ 150. അനദർ പ്രോബ്ലം, വേറൊരു പ്രോബ്ലം ആണ്. A ribbon of length 3/10 meter and a ribbon of length 2/5 meter are joined end to end. What is the total length? 3/10 meter is 3 parts of 10 equal parts of a meter, and 2/5 meter is 2 parts of 5 equal parts of a meter. But these parts are not alike. രണ്ടും ഒരുപോലെയാണ് പറയുന്നത് അല്ല. അതുകൊണ്ട് നമുക്ക് ഇത് വലിയ ഇതായിരിക്കും, ഇത് ചെറിയ പീസസ് ആയിരിക്കും. 3/10 2/5 വ്യത്യസ്തമായിരിക്കും. We can also think 2/5 meter as 4 parts of 10 equal parts of a meter. ഓക്കെ, ഈ 2/5 കൂടെ നമുക്ക് എത്ര ആക്കി മാറ്റണം? 10-ന്റെ ഈക്വൽ പാർട്സ് ആക്കി മാറ്റുക. ഓക്കെ, 3/10 മീറ്റർ ആണ് ഇവിടെ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ 2/5 നമ്മൾ 10 പീസസ് ആക്കി കഴിഞ്ഞപ്പോൾ എത്രയായി? ഇത് 2/5 എന്ന് പറയുന്നത് 4/10 ആയി മാറി. ഓക്കെ, സോ ഓൾ ടുഗദർ എല്ലാം കൂടി ഇപ്പോൾ എത്രയുണ്ട്? ഇവിടെ 4-ഉം ഇവിടെ 3-ഉം. 4 plus 3 7 ഈക്വൽ പാർട്സ് ആണ്. ദാറ്റ് ഈസ് 7/10 മീറ്റർ. 3/10 plus 2/5 ഈക്വൽസ് 3/10 പ്ലസ് ഈ 2/5 നമ്മൾ എത്രയാക്കിയാണ് മാറ്റിയത്? 4/10 ആക്കി മാറ്റി അല്ലേ. എങ്ങനെയാണ് മാറ്റിയെന്ന് മനസ്സിലായല്ലോ. 4/10 ഈക്വൽസ് 3-ഉം 4-ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 7/10. What if we half meter and 2/5 meter are joined together? ഹാഫ് മീറ്ററും 2/5 മീറ്ററും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും വരുന്നത്? We can take 2/5 meter as 4 parts of 10 equal parts of a meter. ഇവിടെ 10 ഈക്വൽ പാർട്സിൽ 4 പീസസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്, ഈ 2/5 എന്നും പറഞ്ഞ്. വാട്ട് അബൌട്ട് ഹാഫ് മീറ്റർ? ഹാഫ് മീറ്റർ ആകുമ്പോഴത്തേക്ക് എത്രയാണ് എടുക്കണം? 5 parts out of 10 equal parts of a meter. Make half meters. അതായത് 10 ഈക്വൽ പീസസ് ആക്കിയതിന് പകുതി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 ഈക്വൽ പീസസ് ആയിരിക്കും.
സോ 4 + 5 എത്രയായിട്ട് മാറും? നേരത്തെ 4ഉം ഈ 5ഉം കൂടെ ചേരുമ്പോൾ 9 പാർട്സ് ഇൻ ഓൾ. ടോട്ടല് 9 പാർട്സ് ആകും. ദാറ്റ് ഈസ് 9/10 ഓഫ് എ മീറ്റർ. ഒരു മീറ്ററിൻ്റെ 10ൽ 9 അല്ലെങ്കിൽ 9/10 മീറ്റർ ആയിരിക്കും കിട്ടുക. ഇവിടെ കാണിച്ചിരിക്കുന്നതാണ്. 1 മീറ്ററിനെ ഹാഫ് ആക്കുമ്പോൾ എത്രയാണ്? 5/10 ആണ് ആദ്യം ഇതാകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 2/5 എന്ന് പറയുന്നത് എത്രയാണ്? 4/10 ആണ്. ഓക്കെ, അതാണ് 2/5 മീറ്റർ ഇവിടെ തന്നിരിക്കുന്നത്. എത്രയാണിത്? 10 ഈക്വൽ പാർട്സ് ആക്കുന്നതിൽ 4 പീസസ് ആണ് 2/5 എന്ന് പറയുന്നത്. ഓക്കെ, 1/2 + 2/5. ഇപ്പം നമ്മൾ ചെയ്ത കണക്ക് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1/2 + 2/5 ഈക്വൽസ് എത്രയാണ്? 5/10 + 4/10 ദാറ്റ് ഈസ് ഈക്വൽസ് 9/10. ഓക്കെ, നേരത്തെ പേജിൽ ചെയ്തതിൻ്റെ ബാക്കിയാണിത്. വാട്ട് കോമൺ മെത്തേഡ് ഡു വി സി ഇൻ ഓൾ ദീസ്? ഇതിനകത്തെല്ലാം നമ്മൾ കാണുന്ന കോമൺ മെത്തേഡ് എന്താണ്? ടു ഫൈൻഡ് ദ സം ഓഫ് 2 ഫ്രാക്ഷൻസ് വി മസ്റ്റ് പുട്ട് ദം ഇൻ ടു ഫോംസ് വിത്ത് ദ സെയിം ഡിനോമിനേറ്റർ. അതായത് നമ്മൾ എന്ത് ചെയ്തു? 2 ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ എന്തായിരിക്കണം? സെയിം ആക്കി നമ്മൾ ആദ്യം മാറ്റി. സോ ഹൗ ഡു വി കമ്പ്യൂട്ട് 1/3 + 2/5? 1/3ഉം 2/5ഉം കൂടെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് പുട്ട് ദം ഇൻ ഫോംസ് വിത്ത് ദ സെയിം ഡിനോമിനേറ്റർ. ആദ്യം ഇതിൻ്റെ ഛേദങ്ങൾ തമ്മിൽ ഒരുപോലെ ആക്കുക. ഡിനോമിനേറ്റേഴ്സ് രണ്ടും ഒരുപോലെ ആക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് 1/3 ദ ഡിനോമിനേറ്റേഴ്സ് ആർ ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 3. 1/3 എല്ലാ മൾട്ടിപ്പിൾസ് 3ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഇൻ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് 2/5 ദ ഡിനോമിനേറ്റേഴ്സ് ആർ ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 5. 2/5 5ൻ്റെ ഡിനോമിനേറ്റേഴ്സ് ആയിട്ട് വരാവുന്നതെല്ലാം എന്തിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും? 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, സോ ദ സെയിം ഡിനോമിനേറ്റേഴ്സ് വി വാണ്ട് ഷുഡ് ബി മൾട്ടിപ്പിൾ ഓഫ് 3 and 5. 3നെയും 5നെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സെയിം നമ്പർ ഏതാണ്? ഫോർ ദാറ്റ് വി നീഡ് ഓൺലി ടേക്ക് 3 × 5 15. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏത് മാത്രമാണ്? 3 × 5 15 ആണ് നമ്മൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നത്. അതായത് രണ്ടിലും ഉണ്ടായിരിക്കണം. 3യുടെ മൾട്ടിപ്പിളും ആയിരിക്കണം, 5ൻ്റെ മൾട്ടിപ്പിളും ആയിരിക്കണം. 1/3 ഈക്വൽസ് 1 × 5 5, 3 × 5 15. 2/5 2 × 3 6, 5 × 3 15. അതായത് ഈ 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3യെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സെയിം ഡിനോമിനേറ്റർ കിട്ടി അല്ലേ? എന്നിട്ട് ഇവിടെ ഏത് ഡിനോമിനേറ്ററിനെ ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത് അതേ നമ്പർ കൊണ്ട് തന്നെ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 3 6ഉം കിട്ടി, 5 × 3 15ഉം കിട്ടി. ഇവിടെ 1 × 5 5ഉം കിട്ടി, 3 × 5 15ഉം കിട്ടി. നൗ വി ക്യാൻ ഫൈൻഡ് ദ സം. ഇനി നമുക്ക് സം കണ്ടുപിടിക്കാമല്ലോ. സിമ്പിൾ അല്ല. രണ്ട് ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയി. ഇനി എന്ത് ചെയ്യുന്നത്? 1/3 + 2/5 ഈക്വൽസ് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കി. 5/15 + 6/15 ദാറ്റ് ഈസ് ഈക്വൽസ് 5ഉം 6ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 11/15. ഡിനോമിനേറ്റർ സെയിം തന്നെ വരും. 11/15 ആണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? In each pair of circle below, if the colored parts are joined together, what fraction of the circle do we get? ഇവിടെ തന്നിരിക്കുന്ന സർക്കിൾസിലെ കളേർഡ് പാർട്സ് ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫ്രാക്ഷനാണ് നമുക്ക് കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനെ നോക്കുക. ഫസ്റ്റ് സർക്കിളിനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3 ഈക്വൽ പാർട്സ് ആക്കിയിരിക്കുന്നത്. അതിൽ ഒരു പാർട്ടാണ് കളർ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് 1/3 പാർട്സിനാണ് കളർ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ സർക്കിളിനെ 12 പീസസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ എത്ര പാർട്സിനാണ്? 5 പാർട്സിനാണ് കളർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1/3 + 5/12 ഈക്വൽസ് നമ്മൾ ഇതിനെ രണ്ടിനെയും എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് 3യെയും 12നെ ഇതാക്കുന്ന ഏതാണ്? 12 വരും അല്ലേ? 3യുടെ ടേബിളിനകത്ത് 12 വരും. അതുകൊണ്ട് 3 × 4 ചെയ്ത് 12 ആക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെയും അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 4 4, 4/12 + 5/12 ദാറ്റ് ഈസ് ഈക്വൽസ് 4. രണ്ടും ഡിനോമിനേറ്റർ സെയിം ആയപ്പോൾ ഇനി ന്യൂമറേറ്റർ ആഡ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ സെയിം എഴുതിയാൽ മതിയല്ലോ. 4 + 5 9, 9/12. ഇതിനെ നമുക്ക് ലോവസ്റ്റ് ടേമിലേക്ക് മാറ്റാമല്ലോ. 9നെയും 12നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര കൊണ്ടാണ്? 3 കൊണ്ട്. അപ്പോൾ 9/3 എത്ര കിട്ടും? 3. 12/3 എത്ര കിട്ടും? 4. അപ്പോൾ ലോവസ്റ്റ് ടേം ഏതാണ്? 3/4. ഈ രീതിയിൽ ബാക്കിയുള്ള സർക്കിൾസും നിങ്ങൾ ഫ്രാക്ഷൻസ് ആക്കി ആഡ് ചെയ്ത് എഴുതേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.